അങ്ങനെ പ്രതികരിക്കാൻ അറിയാത്ത ഓർമ്മയില്ലേ നമ്മുടെ മധു, ഇനി അടുത്ത കാലത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി, അവരൊക്കെ പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സഹായരായ ജീവികളെനൊക്കെ അടിച്ചും കൂട്ടം ചേർന്ന് കൊല്ലുന്ന ആ ഒരു പ്രവണതയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളത്. അങ്ങനത്തെ ഒരു കൂട്ടം മനുഷ്യരാണ് ഇത്ര നീച പ്രവർത്തികളും ചിന്തകളുമായിട്ട് മുന്നോട്ട് നടക്കുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ചെയ്തിട്ട്, നിങ്ങളുടെ ചിന്തകൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ഭൂമിയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളിൽ തിരിഞ്ഞു നോക്കുക. കാരണം ഞാനും നിങ്ങളും അടക്കമുള്ള ഇപ്പൊ ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി തന്ന നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ഗോളം, ആ ഗോളത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഏതു നിമിഷവും ഒരു പ്രളയം, ഒരു ഭൂകമ്പം, ഒരു പൊട്ടിത്തെറി, എന്താ എവിടെ വെച്ചാൽ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവൻ എപ്പോൾ നഷ്ടപ്പെടുന്ന പോലും അറിയാതെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ കർമ്മം എന്താണ്, മനുഷ്യന്റെ ധർമ്മം എന്താണ് തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും വിവേകവും അറിവും ബോധവും കൈകളും കാലുകളും ഒക്കെ കൊടുത്തിട്ടുള്ളത് പ്രവർത്തിക്കാനുള്ളത്. അങ്ങനെയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് എന്തിനാണെന്ന് മനസ്സിലാക്കണം. ചുറ്റിലുള്ള ജീവജാലങ്ങൾ, നിസ്സഹായരായ ഏതൊരു ജീവികളെയും അവരെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെയും കൂടി സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ ജീവിയും ഓരോ ജീവജാലവും കണക്ക് ചെയ്തിട്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, അല്ലാതെ മനുഷ്യന് മാത്രം വേണ്ടിയുള്ളതല്ല. മനുഷ്യ നീ ഓർക്കുക, നിന്റെ ജീവിതം ഏത് നിമിഷവും നഷ്ടപ്പെടാം. അതേപോലെ തന്നെ നിന്റെ ചുറ്റിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കാനോ സ്നേഹിക്കാനോ സ്നേഹിച്ച് ജീവിക്കാനോ ബാക്കിയുള്ള ജീവിതം അതിനുവേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലേ നിനക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവും. അത് മറക്കരുത്. അല്ലാതെ മറ്റൊരു ജീവന്റെ അന്നം തടഞ്ഞിട്ടോ ആ ജീവനെ വേദനിപ്പിച്ചിട്ടോ ഒരു നേട്ടോ ഒരു സമാധാനമോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആരും ഇവിടെ ചെറിയവരോ വലിയവരോ ഇല്ല. ആർക്കും തോൽവിയോ ജയമോ ഇല്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം ചിന്തിക്കുക.